Welcome to Talking Point. If there is a Malayalam cinema that has actually made the Malayali viewers or the audience sit up and take notice for its visually stark presentation, for its unusual narrative, unusual characterization, and the story by itself, it is Chapa Kurishe. Chapa Kurishe എന്ന സിനിമയെക്കുറിച്ച് സംസാരിക്കണം. And I really am curious about the process of making of the cinema. And അതിനുവേണ്ടി നമ്മുടെ entire team, Chapa Kurishe team is here with us. And ഓരോന്നായിട്ട് ആരെയും ഞാൻ introduce ചെയ്യുന്നില്ല. As a process, you know, the actors of course are known to you. The rest of the team will be divulged to you in bits and pieces later as a part of the conversation. പക്ഷേ ആദ്യമായിട്ട് എനിക്ക് അറിയേണ്ട സമീറിൽ നിന്നാണ്. Sameer is a cinematographer. He has already done the camera for Big B and Daddy Cool, right? And Ippo as a director, it's this debut venture, Chapa Kurishe. Sameer, your first thoughts on how this movie first evolved in your head, and I want to go back to that time. ഞാൻ ഡാഡി കൂൾ സിനിമയെല്ലാം കഴിഞ്ഞിട്ട് ആക്ച്വലി എന്താ പറയുക പ്രിറ്റി മച്ച് ജോബ്ലെസ് ആയിരുന്നു. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പരസ്യങ്ങളൊക്കെ ചെയ്ത് ഇങ്ങനെ ജീവിക്കുന്ന ഒരു സമയത്ത് പിന്നെ എന്തെങ്കിലുമൊക്കെ ചെയ്യണം. അത് കഴിഞ്ഞിട്ട് എനിക്കൊരു വർക്കൊന്നും ഇവിടെ കിട്ടിയില്ല സത്യം പറഞ്ഞാൽ. വെച്ചാൽ ഒരു ക്യാമറ ചെയ്യാനോ ഞാൻ കുറേയൊക്കെ അങ്ങനെ ആഗ്രഹിച്ചു. ഓക്കെ, പക്ഷെ എനിക്ക് അങ്ങനെ ഒരു പ്രത്യേകിച്ച് ഒരു വർക്കൊന്നും കണ്ടെത്താൻ പറ്റിയില്ല. അപ്പോൾ അങ്ങനെ ഇവിടെയുള്ള ആഡ് ഫിലിം ഫ്രണ്ട്സൊക്കെ ആയിട്ട് നിന്നിട്ട് സുഖമായിട്ട് ഇങ്ങനെ ആഡൊക്കെ ചെയ്ത് അങ്ങനെ ജീവിക്കുമായിരുന്നു. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഇങ്ങനെ ഞാനും ഷൈജുവും സിജുവും കൂടെ ഒരു ദിവസം ഇതേമാതിരി ബോറടിച്ച് ഒരു പണിയില്ലായിരുന്നു. അപ്പോൾ എന്നൊരു ഡ്രൈവ് പോകാമെന്ന് പറഞ്ഞ് കാറും എടുത്ത് ഞങ്ങൾ ഇറങ്ങി. ഏതാണ്ട് ഞങ്ങൾ വണ്ടി ഓടിച്ച് അന്ന് ഫുൾ വണ്ടി ഓടിച്ചു. രാത്രി വണ്ടി ഓടിച്ച് ഏതാണ്ട് ഞങ്ങൾ മൂന്നാർ വഴി തേക്കടി അങ്ങനെയല്ല. അപ്പോൾ അങ്ങനെ ഓടിച്ച് ഞങ്ങൾ ഇതിൻ്റെ ഇടയിലൊക്കെ സംസാരിക്കണ്ടായിരുന്നു. ഇതിൻ്റെ ഇടയിലൊക്കെ സംസാരിക്കുമ്പോൾ പല കാര്യങ്ങളും അതും ഇതുമൊക്കെ ഇങ്ങനെ സംസാരിച്ചു. പക്ഷേ ഞങ്ങൾ രാത്രി തേക്കടിയിൽ വന്ന് റൂം എടുത്ത് പിറ്റേ ദിവസം രാവിലെയൊക്കെ ആയപ്പോൾ ഏകദേശം ഞങ്ങളുടെ ഒരു കാര്യം തെളിഞ്ഞിട്ടുണ്ടായിരുന്നു. ഞങ്ങളവിടെ നിൽക്കാൻ നിന്നില്ല, വേഗം തന്നെ അടുത്ത വണ്ടി എടുത്ത് ഇങ്ങോട്ട് പോകുന്നു. ഇവിടെ വന്ന് പിന്നെ അതിൻ്റെ ഒരു ഡിസ്കഷൻ പതുക്കെ ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്യും. അത് പിന്നെ ഞാൻ എൻ്റെ എല്ലാ ഫ്രണ്ട്സുമൊക്കെ ആയിട്ട് സംസാരിക്കുകയും ഇവനോട് ജോമോനോട് ഇങ്ങനെ ഒരു ദിവസം വിളിച്ച് ജോമോനോട് കഥ പറഞ്ഞു. അപ്പോൾ കഥ കേൾക്കുമ്പോൾ ആൾക്കാരെല്ലാം എക്സൈറ്റഡ് ആവുണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ വിശ്വാസം കൂടി. ഓക്കെ, വിനീതിനും എക്സൈറ്റ്മെന്റ് ഉണ്ടായിരുന്നു കഥ കേട്ടപ്പോൾ. ആദ്യം കഥ കേട്ടപ്പോൾ സമീർ വിനീതിൻ്റെ അടുത്ത് വന്ന് ബ്രീഫ് പറയുമ്പോൾ വാട്ട് ഈസ് ദി ഇനീഷ്യൽ റെസ്പോൺസ്, ദ ഫസ്റ്റ് തോട്ട്? ഞാനിപ്പോൾ ഫെബ്രുവരിയിലല്ലേ സമീർക്ക? ഫെബ്രുവരിയിലാണ് ഞാൻ കേൾക്കുന്നത്. സമീർക്ക ചെന്നൈയിൽ വന്നു. ഞങ്ങൾ രണ്ടുപേരും കൂടെ ഒരു കോഫി ഷോപ്പിൽ പോയി ഇരുന്നു. എന്നിട്ട് അവിടെ വെച്ചിട്ടാണ് ഏമത്തിസ്റ്റ് എന്ന് പറഞ്ഞൊരു കോഫി ഷോപ്പുണ്ട് ചെന്നൈയിൽ. അവിടെ വെച്ചിട്ടാണ് സമീർക്ക എൻ്റെ അടുത്ത് കഥ പറയുന്നത്. അപ്പം ഞാനും ഈ പറഞ്ഞ പോലെ ഇങ്ങനെ കേട്ട് ഭയങ്കര രസമുണ്ടായിരുന്നു. കേൾക്കുമ്പോൾ ഇങ്ങനെ ഒരു ഇവന്റ് നടക്കുന്നുണ്ട്, അതിലൂടെയാണ് ഇതിലെ രണ്ട് ക്യാരക്ടേഴ്സ് കണക്റ്റഡ് ആവുന്നത്. അപ്പോൾ ഇവർ കണക്റ്റഡ് ആയതിനു ശേഷം ഇവർക്കുണ്ടാവുന്ന മാറ്റം, ഇവർ തമ്മിൽ ഉണ്ടാവുന്ന കോൺവെർസേഷൻ, ഇതൊക്കെ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു. അപ്പോൾ എനിക്ക് കേട്ടപ്പോൾ തന്നെ ഈ സിനിമ ചെയ്യണമെന്നുണ്ടായിരുന്നു. പക്ഷേ എനിക്ക് ഇനീഷ്യലി ഒരുപാട് ഡൗട്ട്സ് ഉണ്ടായിരുന്നു. എങ്ങനെയായിരിക്കും ഇതിൻ്റെ സ്ക്രീൻ പ്ലേ, എങ്ങനെയായിരിക്കും ഇത് എക്സിക്യൂട്ട് ചെയ്യുക എന്നൊക്കെ പറഞ്ഞിട്ട് എനിക്ക് ഒരുപാട് ഡൗട്ട്സ് ഉണ്ടായിരുന്നു. പിന്നെ ഇവരുമായിട്ടുള്ള ഒരു സ്ക്രിപ്റ്റ് സെഷൻ ഉണ്ടായിരുന്നു. അതിന് പോയപ്പോഴാണ് എനിക്ക് ശരിക്കും ഓക്കെ ഇങ്ങനെയാണ് ഈ സിനിമ വരാൻ പോകുന്നത്. എനിക്ക് കംപ്ലീറ്റ് ആയിട്ട് സമീർക്ക ഉണ്ടായിരുന്നു, ജോമോൻ ഉണ്ടായിരുന്നു, പിന്നെ ഉണ്ണിച്ചേട്ടൻ ഉണ്ടായിരുന്നു, ഷാനു ഉണ്ടായിരുന്നു, ഷാനു എന്ന് പറയുന്നത് മിസ്റ്റർ ഫഹദ് ഫാസിലാണ്, who plays the other character, the most important one. പിന്നെ ജിനു ഉണ്ടായിരുന്നു, സുനിലേട്ടൻ ഉണ്ടായിരുന്നു. സുനിലാണ് മാർട്ടിൻ സാർ എന്ന് പറഞ്ഞ ക്യാരക്ടർ ചെയ്തത്. പിന്നെ സിജു, നമ്മുടെ എല്ലാവരും ഉണ്ടായിരുന്നു. അപ്പോഴാണ് ശരിക്കും you convinced about your role. Was he asking too many doubts, Sameer? മുഴുവൻ സംശയമായിരുന്നു. ആക്ച്വലി ഇതിന്റെ ട്രീറ്റ്മെന്റിനെ കുറിച്ചാണ് എല്ലാവർക്കും ഇങ്ങനെയാണ് പടം പറയാൻ പോകുന്നത്. ഇത് ആദ്യമേ തന്നെ ഇങ്ങനെ അതിൻ്റെ ട്രീറ്റ്മെന്റിൽ ഞങ്ങൾ ആദ്യം ഇത് വലിയ ഭയങ്കര ഷോട്ടുകളും ഒരു തരത്തിലുള്ള ഗിമ്മിക്കും ഒരു തരത്തിലുള്ള എഫക്ട്സും പടത്തിലുണ്ടാവില്ല. പടത്തിലെ മൊമെന്റ്സിനെ
ഒറിജിനൽ റിയൽ ലൊക്കേഷനിൽ പോയി അത് അങ്ങനെ ക്യാപ്ചർ ചെയ്യുക. അത് മാത്രമല്ല അതിൻ്റെ ഷോർട്ട് മേക്കിംഗ് എന്ന് പറഞ്ഞാൽ അത്ര പോലും ഉണ്ടാവുള്ളൂ. വെറുതെ പോയി അങ്ങ് ക്യാപ്ചർ ചെയ്തെടുക്കുക എന്നുള്ളത് തന്നെയാണ് ജോമോനോട് ആദ്യമേ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇങ്ങനെ ഈ ഒരു ട്രീറ്റ്മെന്റ് പുതിയതായിരുന്നു. ഇപ്പോൾ തിയേറ്ററിൽ വന്ന് കാണാൻ ഞാനും ആദ്യമായിട്ട് കാണുന്ന ഒരു സിനിമയായിരുന്നു. സീരിയസ്ലി ട്രീറ്റ്മെന്റിനെ കുറിച്ച് പറഞ്ഞല്ലോ ജോമോൻ, വാട്ട് ആർ യുവർ കൺസേൺസ്? ഞാൻ സമീറയോടൊപ്പം ബിഗ് ബി ഡാഡി പൂളിൽ അസിസ്റ്റ് ചെയ്തിരുന്നു. അപ്പോൾ ഞങ്ങൾ തമ്മിലൊരു കമ്മ്യൂണിക്കേഷൻ്റെ പ്രശ്നം ഉണ്ടായിട്ടില്ല, നല്ലതായിട്ട് അറിയാവുന്നതിൻ്റെ ഒരു ഗുണം ഉണ്ടായിരുന്നു. അപ്പോൾ അതുപോലെ സ്ക്രിപ്റ്റ് ഡിസ്കഷൻ്റെ ടൈമിലും തീരുമാനിച്ചൊരു കാര്യമാണ് മാക്സിമം റിയലിസ്റ്റിക് ആയിട്ട് തന്നെ ഷൂട്ട് ചെയ്യുക. ലൈറ്റിംഗ് ആണെങ്കിലും അതിൻ്റെ അതിൽ വരുന്ന കളേഴ്സ്, ടെക്സ്റ്റ്, അതിൽ അങ്ങനെ എല്ലാം റിയലിസ്റ്റിക് ആയിട്ട് തന്നെ ഷൂട്ട് ചെയ്യാന്നുള്ളൊരു തീരുമാനം ഉണ്ടായിരുന്നു. അത് ഒരു പരിധിവരെ നമുക്ക് കൊണ്ടുവരാൻ പറ്റിയിട്ടുണ്ടെന്നുള്ളതാണ് എൻ്റെ വിശ്വാസം. ആൻഡ് രമ്യ, വാട്ട് വർ യുവർ കൺസേൺസ്? Lots of concerns. You are not going to speak. Yes, what were her concerns? No, you speak. സമീർ ആദ്യം തന്നെയോട് ഞാൻ വളരെ റോ ആയിട്ടൊരു ട്രീറ്റ്മെന്റ് ആണെന്ന് പറഞ്ഞപ്പോൾ ഞാൻ ആദ്യം ഞാൻ ഫോണിലാണെന്ന് തോന്നുന്നു. അല്ല, ഞങ്ങൾ സെന്റർ പോയിന്റ് എന്ന് പറയുന്ന ഒരു കോഫി ഷോപ്പിൽ വെച്ചാണ് ഈ കഥ. ഇത് വേറൊരു കോഫി ഷോപ്പിൽ വെച്ച് കഥ പേടിച്ചു പോയി. ഞാൻ സത്യം പറഞ്ഞ ആദ്യം ഞാൻ പറയുന്നത് റോ കൈൻഡ് ഓഫ് ഫിലിമാണ്, അങ്ങനെയാണ് ഒരു റിയൽ ലുക്ക് ആണെന്നൊക്കെ പറഞ്ഞപ്പോൾ രമ്യ വിചാരിച്ചു ഓക്കെ ഇതിലിങ്ങനെ ഒരു ലവ് മേക്കിംഗ് സീൻ ഉണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ റോ ആയിട്ടോ റോ എന്ന് പറയുന്ന വേർഡ് കേട്ടപ്പോൾ ആദ്യമായിട്ട് ഇത്രയധികം ഞെട്ടിയത് ആ ഒരു സന്ദർഭത്തിലായിരിക്കും തോന്നുന്നു. പക്ഷെ ഞാൻ എന്നോട് പറഞ്ഞു സമീർ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ എന്നോട് ചോദിക്കാം, എത്ര സമയം വേണമെങ്കിലും എടുത്തോളൂ. ഞാൻ അതിന് കുറേ സമയം എടുത്തിട്ടാണ് അതിനൊരു എൻ്റെതായിട്ടുള്ളൊരു നിഗമനത്തിലേക്ക് എത്തിയതെന്ന് തന്നെ പറയാം. അപ്പൊ സ്ക്രിപ്റ്റ് ഒക്കെ നേരത്തെ ഡിസ്കസ് ചെയ്തില്ലായിരുന്നു? സ്ക്രിപ്റ്റ് ഞങ്ങൾക്ക് എനിക്ക് തോന്നുന്നു ഞാനത് ചെയ്യാമെന്ന് ഈ ഒരു പെർട്ടിക്കുലർ സീനെ കുറിച്ച് നല്ലൊരു ഡിസ്ക്രിപ്ഷൻ തന്നെ എനിക്ക് സമീർ തന്നിട്ടുണ്ടായിരുന്നു. പിന്നെ കഥയെക്കുറിച്ചും കഥ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് എനിക്ക് തോന്നി, പിന്നെ വളരെ സോഷ്യലി റിലവൻറ്റ് ആയിട്ട് തോന്നി. എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു സോഷ്യൽ റെസ്പോൺസിബിലിറ്റി എനിക്ക് തോന്നുന്നു വളരെ ഒരു സോഷ്യൽ ആനിമൽ പുറത്തേക്ക് വന്നു എന്ന് പറയാം. അപ്പം എനിക്ക് തോന്നി ചെയ്യണം. പക്ഷേ ഈ ഒരു സീനിനെ കുറിച്ച് എനിക്ക് കുറേ അധികം ഡൗട്ട്സ് ഉണ്ടായിരുന്നു. അപ്പം അതെനിക്ക് വളരെ ക്ലിയർ ആയിട്ട് സമീർ പറഞ്ഞു തന്നു, ഇങ്ങനെയൊക്കെയാണ് ചെയ്യണത്, എനിക്ക് ഇന്ന കാര്യങ്ങൾ വളരെ നിർബന്ധമായിട്ട് വേണം, എന്നാലാണ് എനിക്ക് ആ സ്റ്റോറി കൺവേ ചെയ്യാൻ പറ്റുള്ളൂ, ആ ക്യാരക്ടർ എനിക്ക് കൺവേ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പം എനിക്കും വളരെ ഒരു ഉത്തമ ബോധ്യം വന്നു, ശരിയാണ് ഞാനിത് ഇങ്ങനെയൊക്കെ ചെയ്താൽ മാത്രമേ ആ കഥ പൂർണ്ണമാവുള്ളൂ എന്ന്. അപ്പം ഞാൻ അത്രയും കൺവിൻസ്ഡ് ആയതുകൊണ്ട് തന്നെയാണ് ഞാൻ ചെയ്തത്. ഞാൻ ഈ സിനിമ പോയി കണ്ടു, ഞാൻ അത് കഴിഞ്ഞിട്ട് ഞാൻ ഇത് ആലോചിക്കുന്നത് ഈ സിനിമയിലെ പാട്ടുകൾ എവിടെ വന്നു, എവിടെ പോയി? പാട്ടുകൾ ഉണ്ടായിരുന്നു, there was a song sequence, I knew that there was a song sequence, but it was so merged with the storytelling and the narrative that I didn't realize where it began and where it ended. And even the background score, I don't know if it was with the song or without it. എനിക്ക് ഒരു പിടുത്തവും കിട്ടില്ല. It was so unique. Rex, tell me about this process. അത് തന്നെയാണ് എൻ്റെ എനിക്കൊരു പിടുത്തം കിട്ടിയിട്ടില്ല. അതിങ്ങനെ നാച്ചുറലായിട്ട് അത് ചെയ്തങ്ങ് പോവായിരുന്നു, അല്ലാതെ ഒരു വലിയ പ്ലാനിങ്ങോ അങ്ങനെയൊന്നും ഇല്ല. ജസ്റ്റ് സമീർ കുറച്ച് റെഫറൻസസ് തന്നിട്ടുണ്ടായിരുന്നു. മ്യൂസിക് ഡയറക്ടേഴ്സ് ചെയ്യുന്ന മാതിരി റിട്ടൺ ഡൺ കോമ്പോസിഷൻസ് വന്ന് കേൾപ്പിക്കുകയോ അങ്ങനെയൊന്നും അല്ല. ഇറ്റ് വാസ് how did you do work on the music on this? എല്ലാം കഴിഞ്ഞിട്ട് you saw the visuals, how was it? എല്ലാം കഴിഞ്ഞിട്ട് അത് വിഷ്വൽസ് കാണിച്ചു. ഇപ്പം അതിൻ്റെ ഇമോഷൻ മാക്സിമം മ്യൂസിക്കിലൂടെ കൊണ്ടുവരാൻ ശ്രമിച്ചു. അത്ര ചെയ്തു. And there are 2 songs in this, അല്ലേ? 3 songs in the movie. അത് മറ്റേ അല്ലാതെ basically you're with Aviel, totally 5 songs ഉണ്ട്. ബാക്ക്ഗ്രൗണ്ട് സ്കോറിന്റെ കൂടെ ഉള്ളത് 3 songs ആണ്. അതാണ് ഞാൻ പറഞ്ഞ സോങ് എവിടെ തുടങ്ങുന്നു മനസ്സിലായി. But basically you're working for a band, you're with a band Aviel. Avielനെ കുറിച്ച് നമുക്ക് എല്ലാവർക്കും അറിയാം. So you now working in the film format in the first instance. So what was this experience like? എക്സ്പീരിയൻസ് ചാപ്പാക്കുരിശ് തന്നെ ഒരു എക്സ്പീരിയൻസ് ആണ്. അപ്പോൾ അതിനകത്ത് പ്രത്യേകിച്ച് അങ്ങനെ പ്രത്യേകിച്ചില്ല. വിനീത്, ഐ സോ ദിസ് ക്യാരക്ടർ ദാറ്റ് യു ഹാവ്. അതിന് ഈ സിനിമയിൽ പ്രത്യേകിച്ച് എടുത്തു പറയാനുള്ള കാര്യം എന്ന് പറയുന്നത് ക്യാരക്ടറൈസേഷനാണ്. ദ വേ യുവർ ക്യാരക്ടർ ഇവോൾവ്സ്. ടെൽ us about that process of getting into that character. ഞാനൊന്നും എന്തെങ്കിലും കോപ്പി ചെയ്യുക? ഞാൻ ഒരു പ്രിപ്പറേഷനും ചെയ്തില്ല. സമീർക്ക് എൻ്റെ അടുത്ത് ഇച്ചിരി തടി കുറയ്ക്കാൻ പറഞ്ഞിരുന്നു, ഞാൻ അതുപോലെ ചെയ്തിട്ടില്ല. അല്ല, പക്ഷെ ആദ്യമൊക്കെ എനിക്ക് എങ്ങനെയായിരിക്കും സമീർക്ക് ഇത് ഉദ്ദേശിക്കുന്നുണ്ടാകുന്നുള്ളത് എനിക്ക് ഫുള്ളായിട്ട് പിടുത്തം കിട്ടുന്നില്ലായിരുന്നു. അപ്പോൾ സമീർക്ക് ഇടയ്ക്ക് ഇവിടെയാണ് അൻസാരിയുടെ ഒരു സൈക്ക്
വർക്ക് ഒരു സൈക്ക് സംഭവം വർക്ക് ചെയ്യുന്നത് ഒരു സൈക്കോ ആയിട്ട് മാറുന്നത് എന്നൊക്കെ പറയുമ്പോൾ സൈക്കോ ആയിട്ടൊന്ന് ഉദ്ദേശിക്കുന്നുണ്ടായിരിക്കും, എനിക്കത് ഉൾപ്പെടുത്താൻ കിട്ടുന്നില്ലായിരുന്നു. പിന്നെ നമ്മൾ ലൊക്കേഷനിൽ ഉണ്ടാകുന്ന സമയത്ത് സമീർക്ക സീൻ ഡിസ്ക്രൈബ് ചെയ്ത് തരുമ്പോൾ സമീർക്കനെ ഞാൻ ശ്രദ്ധിക്കും. അപ്പോൾ സമീർക്ക ഡയലോഗ്സും കാര്യമൊക്കെ ആയിരിക്കും പറയുന്നത്. അപ്പോൾ സമീർക്കനെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ എനിക്ക് സമീർക്കയുടെ ബോഡിയിൽ നിന്നും സമീർക്കയുടെ കണ്ണെന്നും കിട്ടും. അപ്പൊ സൈക്കോ എന്നൊക്കെ പറഞ്ഞിട്ട് സമീർക്ക അതല്ല, അതായത് സമീർക്ക ഒരു ബ്ലാങ്ക് ലുക്ക് ഒക്കെ ആയിരിക്കും ഈ സൈക്കോ എന്ന് പറയുമ്പോൾ സമീർക്ക ഉദ്ദേശിക്കുന്നുണ്ട്. എനിക്ക് നമ്മൾ സാധാരണ കാണുന്ന ഒരു സൈക്കോപ്പന്തി അതൊന്നുമില്ല, അതായത് ഉള്ളിലാണ്. അപ്പോ എനിക്കത് ആ സമയത്ത് സമീർക്ക പറഞ്ഞു തരുമ്പോ അത് മനസ്സിലാവും. ആക്ച്വലി കോപ്പിംഗ് ഫ്രം യു. ഇല്ല, അത് എനിക്കും അങ്ങനെ സൈക്കോ അല്ല, പേടിക്കണ്ട. ഞാനും അതെ കുറെ ഒരു സീൻ ചെയ്തോണ്ടിരുന്നപ്പോ ഒരു കാറിലൊരു ഷോട്ട് ഉണ്ട്. അപ്പൊ ഈ സോണി അറിയുന്നു ഇങ്ങനെ ഇവൾ വഞ്ചിക്കപ്പെടുകയാണെന്ന് അറിയുമ്പോൾ ഉള്ളൊരു സീൻ, ഞാൻ ഭയങ്കര എക്സ്പ്രസീവ് ആയിട്ടൊക്കെ കരഞ്ഞു. സമീരനോട് പറഞ്ഞു അതൊന്നും എനിക്ക് വേണ്ട, ഞാൻ പറയുന്നത് പോലെ മാത്രം അങ്ങ് ചെയ്താൽ. എനിക്ക് അതാണ് എനിക്കൊന്നും ആ സിനിമയിൽ ആ വളരെ സറ്റിൽ ആക്ടിംഗ് ആണ്. എല്ലാരും വളരെ നാച്ചുറൽ ആയിട്ട് വന്നത് സമീറിന് തന്നെയാണ് അതിന് ഏറ്റവും വലിയ. കാരണം അതിനകത്തിരുന്ന് കരയൊന്നുമല്ല, വണ്ടി നിർത്തും എനിക്ക് ഇവിടെ ഇറങ്ങണം എന്നാണ്. എനിക്ക് തോന്നുന്നു ആ ഒരു പ്ലെയിൻ ലുക്ക് അല്ലെങ്കിൽ ആ ഒരു പോയിന്റിലേക്കുള്ള ആ ഒരു ലുക്ക് എനിക്ക് തോന്നുന്നു അത് ഭയങ്കരമായിട്ട് കൺവേഡ് ആയിട്ടുണ്ട് ആൾക്കാരിലേക്ക് തോന്നുന്നു. എനിക്ക് എന്റെ മാത്രം ഞാൻ പറയുന്നില്ല, ഓരോ ആർട്ടിസ്റ്റിനെ എനിക്ക് തോന്നുന്നു സമീറിന് ഓരോ ക്യാരക്ടർ എങ്ങനെ വേണമെന്നൊരു കറക്റ്റ് ആയിട്ടുള്ളൊരു ധാരണയുണ്ട്. അല്ല, എനിക്ക് ഇതിൽ ഏറ്റവും ഞാൻ സമീർക്കയോട് ഇതൊന്നും പറഞ്ഞിട്ടില്ല, ഏറ്റവും കൺഫ്യൂഷൻ ഉണ്ടായിരുന്നത് അൻസാരി വിസിലടിച്ചു വരുന്ന ഒരു സീനുണ്ട്. അത് ഷൂട്ട് ചെയ്യുന്നതിന് മുമ്പ് ഞാൻ സമീർക്കയോട് ചോദിച്ചിട്ടുണ്ട്, സമീർക്ക ഇതെങ്ങനെ ഞാൻ ചെയ്യേണ്ടത്. അതായത് സമീർക്ക ഇത് ഡിസ്ക്രൈബ് ചെയ്യുമ്പോൾ ഭയങ്കര പാഷനേറ്റ് ആയിട്ടാണ് സമീർക്ക എൻ്റെ അടുത്ത് പറയുന്നത്. അപ്പോൾ ഇതെങ്ങനെ ചെയ്യാന്നുള്ള എനിക്കൊരു രൂപമില്ലായിരുന്നു. അപ്പോൾ സമീർക്ക വീട്ടിൽ വരുമ്പോൾ വിസിലടിച്ചുകൊണ്ട് ഇങ്ങനെ വരുന്നുണ്ട്, ഇയാളുടെ ഒരു 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 സൈക്കിക് സാധനം വർക്ക് ചെയ്യുന്നത്. അപ്പോൾ എങ്ങനെ ചെയ്യണമെന്ന് എനിക്കറിയില്ലായിരുന്നു. അതും നമ്മൾ ഈ പറഞ്ഞ പോലെ 2-3 രീതിയിലൊക്കെ ചെയ്തു നോക്കി അല്ലേ. അല്ല, ആ റിംഗ് ടോണിന്റെ കാര്യം ഞാൻ പറയണത്, അത് നമ്മുടെ കിൽബിലിന്റെ ട്രാക്ക് അല്ലേ? കിൽബിലിന് മുമ്പുണ്ട്, അത് 60s ടാരന്റീനോ, അതാണ് അതിന് മുമ്പ് അവിടെ നിന്ന് വന്നിട്ടുള്ളതാണ്. അത് കഴിഞ്ഞിട്ട് ടാരന്റീനോ എടുത്തത്. ഇപ്പൊ ടൈറ്റിലിന്റെ കാര്യം തന്നെ വളരെ യുണീക്ക് ആയിട്ടുള്ള ഒരു ടൈറ്റിലാണല്ലോ സമീർ. അവിടെ സീറോ ഇൻ ഓൺ ദിസ് ടൈറ്റിൽ. ടൈറ്റിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിലെ ഫസ്റ്റ് ഓഫ് ഓൾ ഇതിലെ 2 ക്യാരക്ടേഴ്സ് അർജുനും അൻസാരിയും അത് ഇവോൾവ് ചെയ്ത് വന്നു കഴിഞ്ഞപ്പോൾ എനിക്കറിയാം ഇത് രണ്ടും ഒന്ന് തന്നെയാണ്. ഈ രണ്ടിലും എല്ലാ ആളുകളിലും ഇവർ രണ്ടുപേരും ഉണ്ട്, അൻസാരിയും ഉണ്ട് അർജുനും ഉണ്ട്. അപ്പോൾ ഇത് രണ്ടും ഇതൊരു കോയിൻ്റെ 2 സൈഡ് തന്നെയാണെന്നുള്ളത് അങ്ങനെ ഒരു ചിന്തയിലെത്തിയപ്പോൾ ഇതിൻ്റെ ഒരു സ്ട്രെയിറ്റ് ആയിട്ട് വരുന്ന ടൈറ്റിൽ ഹെഡ് ആൻഡ് ടെയിൽ എന്നുള്ളതായിരുന്നു. അത് ആദ്യം ആലോചിക്കാവുന്ന ഒരു ടൈറ്റിലായിരുന്നു. അപ്പോൾ പിന്നെ അത് ആലോചിക്കണ്ടെന്ന് വെച്ചു. എന്നിട്ട് പിന്നെ എന്താണ് അത് ചെയ്യാൻ പറ്റുന്നതെന്ന് ആലോചിച്ചപ്പോൾ ഞാൻ കൊച്ചിയിൽ ജനിച്ചു വളർന്ന ഒരാളാണ്. അപ്പോൾ എനിക്കറിയാം ഇതിൽ ഒരു ലേറ്റ് 80s വരെയൊക്കെ എനിക്കറിയാം പിള്ളേരിങ്ങനെ കളിക്കും, ഇങ്ങനെ ചാപ്പയെ കുരിശോ എന്ന് ചോദിച്ചിട്ട് കളിക്കും. സോ അപ്പോൾ എനിക്ക് തോന്നുന്നത് പിന്നെ അതിൽ എനിക്ക് എൻ്റെ ഒരു എക്സൈറ്റ്മെൻ്റ് എന്ന് വെച്ചാൽ അതൊരു മലയാളം പേരാണ് എന്നുള്ളത്. എനിക്കത് നിർബന്ധം ഉണ്ടായിരുന്നു, സിനിമയ്ക്ക് ഒരു മലയാളം പേര് വേണം, മലയാളത്തിൽ മതി എന്നുള്ളത്. അപ്പോൾ അതൊക്കെ കൂടെ വന്നപ്പോൾ 100% ഞാൻ ഉറപ്പിച്ചു ചാപ്പാക്കുരിശ് തന്നെയാണ് പേര്.